ലാൽസലാം മോഹൻലാൽ നായകനായി എത്തിയ ഹൃദയപൂർവ്വം 18ാം ദിനത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഞായറാഴ്ച മൂന്നാമത്തെ വാരത്തിലെ ഞായറാഴ്ച അതിഗംഭീരമായിട്ടാണ് സിനിമയുടെ കൊയ്ത്ത് എന്ന് തന്നെ പറയാം. ശനി ഞായർ ദിനങ്ങളിൽ സിനിമ റെക്കോർഡുകൾ മുകളിൽ റെക്കോർഡ് തൂക്കി കുതിക്കുകയാണ്. ഒരു കുഞ്ഞൻ ഫാമിലി സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച സപ്പോർട്ടാണ് മലയാളത്തിൽ ഈ സിനിമയ്ക്ക് കാണാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇടയിൽ ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു ഞായറാഴ്ച ഇതുവരെ 800 ഷോകളിൽ നിന്ന് 60,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് 98 ലക്ഷം രൂപ, അതായത് 1 കോടിയിലേക്ക് സിനിമ ഇന്നും കണക്ട് ചെയ്യുന്നു എന്ന് തന്നെ പറയാം. അതെ, ഈ ഒരു കളക്ഷൻ 1 കോടിക്ക് മുകളിൽ വരുമ്പോൾ ഇന്നത്തെ ഫൈനലായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1,25 ലക്ഷം രൂപയെങ്കിലും ട്രാക്ട് കളക്ഷൻസിലൂടെ വരുമെന്നുള്ളതാണ്. ഇന്നലെ ലഭിച്ചത് 839 ഷോകളിൽ നിന്ന് 80,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 1,27,43,000 രൂപയാണ് സിനിമയ്ക്ക് വന്നത്. 38% ഓക്യുപ്പൻസി. ഇതുവരെ നമുക്ക് 30% ഓക്യുപ്പൻസിയിലാണ് സിനിമ നിൽക്കുന്നത്. ഇന്നലത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ മുകളിലേക്ക് സിനിമ എത്താനുള്ള ഏറെയും ചാൻസുകൾ കാണുകയാണ്. അതെ, ഇതാണ് മോഹൻലാലിൻ്റെ ബോക്സ് ഓഫീസ് പവർ എന്ന് തന്നെ പറയാവുന്നത്. ഇതുവരെ സിനിമയ്ക്ക് 17,000-ന് മുകളിലുള്ള ഷോകൾ വിറ്റുപോയി, അത് നടന്നു. അതേപോലെ തന്നെ ടിക്കറ്റുകളാണെങ്കിൽ 22 ലക്ഷം ടിക്കറ്റിലേക്ക് കടക്കുന്നു. 21 ലക്ഷം ടിക്കറ്റുകൾ കടന്നു. 21,18,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 38 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതും, വേൾഡ് വൈഡായിട്ട് സിനിമ 72 കോടിയിലേക്ക് ഇന്നത്തെ കളക്ഷനോടെ എത്തുമെന്നുള്ള പ്രതീക്ഷയുമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ബോക്സ് ഓഫീസ് കിങ് മോഹൻലാൽ തന്നെയാണ്. ലാലേട്ടൻ അല്ലാതെ വേറൊരാൾക്കും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഈ റേഞ്ചിലേക്ക് കയറാൻ കഴിയില്ല. ജനപിന്തുണ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പൂർണ്ണമായും നമുക്ക് കാണാൻ കഴിയുകയാണ് ഈ ഒരു കാര്യത്തിലൂടെ. എന്തായാലും ഈ ഒരു ഞായറാഴ്ച അതിഗംഭീരമാണ്. അതായത് കട്ടയ്ക്ക് ലോക നിൽക്കുമ്പോൾ ഈ ഒരു സിനിമ 100 കോടി അടിക്കുന്ന ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽസലാം.